മാർക്കോ ഡയറക്ടഡ് ബൈ ഹനീഫ് അദനി. ഈ കൊല്ലത്തെ 2024 ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹൈപ്ഡ് ആയിട്ടുള്ള മലയാള സിനിമ ഏതെന്ന് വെച്ചാൽ ഒരു ഡൗട്ടില്ലാണ്ട് പറയാം, അത് മാർക്കോ തന്നെയാണ്. ഒരൊറ്റ ടീസർ, പിന്നെ കുറേ പോസ്റ്റേഴ്സ്, ഒരു ട്രെയിലർ പോലും ഇറങ്ങിയിട്ടില്ല, ഫ്യൂ സോങ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും ഹൈപ്പ് വന്ന് ഇത്രയും ആൻറ്റിസിപ്പേറ്റ് ചെയ്തൊരു ഫിലിം വേറെ ഒന്നുമില്ല ഈ അടുത്ത കാലത്ത്. ഇനി വരാനിരിക്കുന്ന എമ്പുരാന് ആ ഒരു ഹൈപ്പിനെ മറികടക്കാൻ സാധിക്കുമെങ്കിൽ കൂടി ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും ഹൈപ്ഡ് ഫിലിം മാർക്കോ തന്നെയാണ്. അതിൻ്റെ ടീസറിൻ്റെ ഒരു റിയാക്ഷൻ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മനസ്സിലാവും ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്തോരം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ തന്നെ കണ്ടു. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് കണ്ടത്. അപ്പോൾ അത് ഒരു യൂഷ്വൽ ഫോർമാറ്റിൽ എന്നതിനേക്കാൾ ഉപരി ഫ്രണ്ട്സായിട്ടുള്ള ഡിസ്കഷൻ പോലെയാണ് ഞാൻ എൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് വീഡിയോ പോലും കാണാണ്ട് കുറേ എണ്ണങ്ങൾ വന്നിട്ട് നീയൊക്കെ ഡീഗ്രേഡിങ് തുടങ്ങി, നീയൊക്കെ എത്ര ഡീഗ്രേഡ് ചെയ്താലും ഉണ്ണിയേട്ടൻ നമ്മുടെ ഫസ്റ്റ് അടിക്കും, ഉണ്ണിയേട്ടൻ 100 കോടി അടിക്കും. അടിക്കട്ടെ, പടം കിടിലൻ പടമാണ്, ബോക്സ് ഓഫീസ് റെക്കോർഡൊക്കെ തൂക്കും, കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, വീഡിയോ ഫുള്ള് കണ്ടിട്ട് വന്ന് ഡയലോഗ് അടിച്ചോ. ഇതൊന്നും കാണാണ്ട് ടൈറ്റിലും തമ്പനയിലും കണ്ട് ഓരോന്ന് അസ്യൂം ചെയ്തിട്ട് കുറേ എണ്ണങ്ങൾ വന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഡയലോഗ് അടി. അപ്പോൾ ഇതിനൊക്കത്തിനൊരു മറുപടി പറയാനായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഒരു റിവ്യൂ കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒന്നും കൂടി പറയണം തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. മാർക്കോ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, എന്നെ അത്രയും എൻ്റർടൈൻ ചെയ്ത് എൻഗേജ് ചെയ്തിട്ടുള്ള പടം തന്നെയാണ് മാർക്കോ. 100% ആ ഹൈപ്പിനോട് നീതി പുലർത്തിയിട്ട് തന്നെയാണ് ഹനീഫ് അദനി ഈ ഒരു പടം നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഉണ്ണി മുകുന്ദൻ 200% എഫേർട്ട് ഇട്ടിട്ട് ഈ പടത്തിന് വേണ്ടി ഹാർട്ട് ആൻഡ് സോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പടത്തിൽ വയലൻസ് എന്ന് വെച്ചാൽ ഇതുവരെ ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ലിറ്ററലി ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേര് വന്ന് കമൻറ്റിൽ പറയുന്നുണ്ട്, സ്ത്രീകൾ ഒരിക്കലും കാണരുതേ, നിങ്ങൾ മനക്കെട്ടില്ലാത്തവരാണെങ്കിൽ കാണരുതേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പറയാനുള്ളത്, സ്ത്രീകൾക്ക് കാണാം, മനക്കെട്ടിയില്ലാത്ത പുരുഷന്മാരുണ്ട്, മനക്കെട്ടിയുള്ള സ്ത്രീകളും ഉണ്ട്. അപ്പോൾ ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ജെൻഡർ, ഇറ്റ്സ് അബൌട്ട് വാട്ട് യു എക്സ്പെക്റ്റ് ഫ്രം ദിസ് മൂവി. ഈ പടത്തിൻ്റെ കണ്ടൻറ്റ് അറിഞ്ഞിട്ട് കൺസ്യൂം ചെയ്യാൻ വരാം, അങ്ങനെയാണത് പറയേണ്ടത്. അല്ലാതെ പെണ്ണുങ്ങൾ വന്ന് കാണല്ലേ, നിങ്ങൾ കരഞ്ഞു പോകുമേ എന്നല്ല പറയേണ്ടത്. ഈ പടം വയലൻസ് നിറഞ്ഞൊരു പടമാണ്. വയലൻസ് ഷോക്കേസ് ചെയ്ത് കുറച്ച് ഗ്ലാമറൈസ് ചെയ്ത് ആ ഒരു ജോണറിൽ വരുന്നൊരു പടമാണ്. പടത്തിൻ്റെ കണ്ടൻറ്റ് അറിഞ്ഞിട്ട് മാത്രം കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ സിനിമ ആർക്കൊക്കെ സൂട്ടബിൾ ആവില്ല എന്നുള്ളൊരു ഡിസ്കഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഇതൊരു സർട്ടിഫൈഡ് പടമാണ്. ഒരു 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇത് അഡ്വൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പടം. എങ്കിൽ പോലും ഒരു 21 വയസ്സിനുള്ളൊരു മുകളിലേക്ക് മാത്രം ഇത് കണ്ടാൽ മതി. കാരണം ഇതിൽ അത്രയും ബ്രൂട്ടലായിട്ട് പല കാര്യങ്ങളും എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് റേപ്പ് ഓർ അങ്ങനത്തെ ഒരു ഹരാസ്മെൻറ്റ്, അങ്ങനത്തെ ഒരു രീതിയിലല്ല. വയലൻസിൻ്റെ അങ്ങേ അറ്റമാണ് പല സീനുകളിലും കാണിക്കുന്നത്. അതിഷ്ടപ്പെടുന്നവർക്ക് അതൊരു ട്രീറ്റാണ്. അങ്ങനെ ഒരു സ്ലാഷർ ജോണർ തന്നെയുണ്ട് ഫിലിമിൽ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ കണ്ട് ഇങ്ങനത്തെ ആ ഒരു ഇതെല്ലാം ഡ്രാമയാണ്, ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ്, ജസ്റ്റ് ക്യാരക്ടേഴ്സാണ്, ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. ഒരാളുടെ ബ്രെയിനിൽ വന്ന ഒരു കഥ ഒരു ഡയറക്ടർ ഒപ്പിയെടുത്ത് നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് മാത്രം മനസ്സിലാക്കി ഒരു എൻ്റർടൈൻമെൻറ്റ് വസ്തുവായിട്ട് കാണാൻ സാധിക്കുന്നവർക്ക് ഈ പടം ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. അല്ലാതെ നമ്മൾ അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഈ ഒരു പടം നമ്മൾ അത്രയും ഇമോഷണലി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, നമ്മളങ്ങനെ ഡ്രെയിൻ ചെയ്ത് കളയും. ചിലർക്കൊരു ട്രോമ അടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഈ ഒരു തിയേറ്ററിൻ്റെ വശത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. നോട്ട് ദാറ്റ് ദേ ആർ വീക്ക് ഓർ സംതിങ്, പക്ഷെ അവർക്ക് അവരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീൻ ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടി ഇമോഷണലായിട്ട് ഇൻവെസ്റ്റഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അവരെ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ മീൻസ് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ദേ ചൂസ് നോട്ട് ടു വാച്ച് ദിസ്. എപ്പോഴെങ്കിലൊക്കെ അത് OTT വന്ന് എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് കാണാൻ സാധിക്കുന്ന സമയത്ത് മാത്രം കാണുക. ഇതൊന്നും ഒരിക്കലും TV വരാൻ ചാൻസ് ഇല്ല. വരികയാണെങ്കിൽ തന്നെ ഇതിനകത്തുള്ള കുറേ സീൻസ് ചോപ്പ് ഓഫ് ചെയ്ത് കാണിക്കേണ്ടി വരും. ഓൾറെഡി തിയേറ്ററിൽ ഒരു സെൻസേർഡ് വേർഷനാണ് കാണിക്കുന്നത്, എങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾക്കെതിരായിട്ടുള്ള കുറേ വയലൻസ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ എത്രയും വേണമായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് വയലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പോയിലർ റിവ്യൂ എന്നുള്ള രീതിയിൽ ഓപ്പണായിട്ട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റ്, ഇതിൻ്റെ കണ്ടൻറ്റ്, ഇതിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ബോംബെയിൽ 2 പേര് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണു എന്നാണ് ഞാൻ കേട്ട റിപ്പോർട്ട്. അപ്പോൾ അത് റൂമറാണോ ഉള്ളതാണോ എന്ന് അറിയില്ല. സിനിമ കണ്ടിട്ടാണോ അവർക്ക് അങ്ങനെ ഉണ്ടായതൊന്നും വ്യക്തമല്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം തിയേറ്ററിലിരുന്നവർക്ക് അറിയാം, ഇത് കണ്ടവർക്ക് അറിയാൻ പറ്റും എന്തോരം ഏത് എക്സ്റ്റെൻറ്റ് വരെ ഈ ഒരു പടം പോയിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഞാൻ പറയുന്നത് ഒരിക്കലും ഇത് പടത്തിൻ്റെ ഒരു പോരായ്മയായിട്ടല്ല. ഈ പടം പ്രോമിസ് ചെയ്തതും
ഈ പടം എന്താണെന്ന് നമ്മളിലേക്ക് എത്തിച്ചോ അത് തന്നെയാണ് ഈ സ്റ്റഫ്. അല്ലാതെ ഇതൊരു ഹൃദയമോ ഒരു വർഷങ്ങൾക്ക് ശേഷമോ അല്ല. ഇതൊരു കില്ലെന്ന ഹിന്ദി സിനിമയുടെ ഒരു ഡാഡി ആയിട്ട് വരും. ആ കില്ലെന്ന് പറഞ്ഞ സിനിമയുടെ ഒരു 10 ഇരട്ടിയാണ് ഹനീഫ് അദീനിയും ഉണ്ണി മുകുന്ദനും പടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് നല്ല കിടിലനായിട്ട് പ്രൊഫഷണലായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ റിവ്യൂവിൽ പറഞ്ഞതിനേക്കാൾ ഇത്തിരി വേറിട്ടൊരു പെർസ്പെക്റ്റീവിൽ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റോറി ലൈനിലോ സ്റ്റോറി ത്രെഡിലോ അതിൻ്റെ ഒരു ലോജിക്കിലോ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന നമ്മളാണ് മണ്ടന്മാർ. അതായത് ഇത് അതിനു വേണ്ടി എടുത്തിട്ടുള്ളൊരു പടമല്ല, ഇതൊരു സിനിമാറ്റിക് ലിബർട്ടിയുടെ ഒരു അയ്യറുകളിയാണ്. ഒരു ഫ്രീഡം ഉള്ളൊരു ഡയറക്ടറും അതിനു വേണ്ടി പണം മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറും നല്ലൊരു ആക്ടറും എഫേർട്ട് ഇട്ട് ചെയ്താൽ ഏത് എക്സ്റ്റെൻഡിലേക്ക് ഇതെത്തും എന്നുള്ളതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഇതൊരിക്കലും ഇത് ചെയ്യാൻ പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെയ്തു വെച്ചിട്ടുള്ളത് ഇന്ന കാര്യമാണ് എന്നിപ്പോൾ ടീസറിൽ കൂടെ തന്നെ അവർ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ സെൻസറിന് ശേഷം എന്തൊക്കെ സീനാണ് ഉള്ളതെന്ന് കൂടി നമുക്ക് റൂമേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ ശേഷം മാത്രം പടം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കണ്ടൻറ്റിന് സ്റ്റോറിയിലേക്കല്ല കൂടുതൽ ഫോക്കസ് പോകേണ്ടത്, അതിൻ്റെ സ്ക്രീൻ പ്ലേയിലേക്കും ഫോക്കസ് പോകേണ്ടത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കിപ്പോൾ സെക്കൻഡ് തോട്ടിൽ തോന്നുന്നില്ല. കാരണം ഇത് അതിനു വേണ്ടി എടുത്തിട്ടുള്ളൊരു പടമല്ല. അപ്പോൾ നമ്മൾ അവിടെ കുറേ ലോജിക്കും മിഗായൽ എന്നുള്ള സിനിമയുടെ കണക്ഷൻ പോലും നോക്കിയിട്ടൊരു കാര്യമില്ല. കാരണം ഇത് ടോട്ടലി ഡിഫറെൻറ്റ് യൂണിവേഴ്സ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഡയറക്ടറുടെയും റൈറ്ററിൻ്റെയും അവരൊരു ചോയ്സാണ്, അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. മാർക്കോ എന്ന ക്യാരക്ടറും ജോർജ് എന്ന സിദ്ദിഖി എന്ന ക്യാരക്ടറും അവരെ വേറൊരു യൂണിവേഴ്സിലിട്ട് ഇവിടെ വേറൊരു യൂണിവേഴ്സിനെ ബിൽഡ് ചെയ്ത് കുറേ ക്യാരക്ടേഴ്സും അവരുടെ ഫാമിലിയും പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ എനിക്ക് വർക്കാവാതെ പോയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലവന്മാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം, കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കണം. ഇഷ്ടമുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ്, ഒരു ഡയറക്ടർ അവർ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് നമ്മളെ ചാപ്പ കുത്തി അങ്ങോട്ട് സീൽ ചെയ്ത് കളയും. ഒരുത്തം വന്ന് കമൻറ്റ് ചെയ്തൊക്കെയാണ് നിനക്കൊക്കെ പറ്റിയ സിനിമ ബറോസ് ആണെന്ന്. ബറോസിന് എന്താ കൊമ്പുണ്ട്? അതായത് ബറോസ് പിള്ളേർക്കുള്ള സിനിമയെന്നും പറഞ്ഞ് ഓൾറെഡി വന്ന് അങ്ങനെയാണ് അവർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് ഞാൻ ബറോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്കിത് വർക്കാവില്ലെന്ന് ഈ കമൻറ്റ് ഇട്ടവനെന്ന് എങ്ങനെ വിചാരിച്ചു? അപ്പോൾ ഇങ്ങനെ കുറേ കോമഡി കമൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ക്ലിയറാണ്, അവനെൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല. ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാനിപ്പോൾ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ സിനിമയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓപ്പൺലി പറയാണ്ട് ഞാൻ വല്ല അശ്വന്ത് ഗോക്കിൻ്റെയോ ഉണ്ണി വ്ളോഗ്സിൻ്റെയോ അവരുടെയൊക്കെ അതേ അഭിപ്രായമാണ് ഞാൻ ഈ ചാനലിൽ കൂടെ പറയാനുള്ളതെങ്കിൽ എനിക്ക് അവരുടെ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്താൽ പോരെ. സോ എനിക്ക് എൻ്റെ അഭിപ്രായം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഞാൻ റെസ്പോൺസിബിൾ അല്ല. ആൻഡ് സ്റ്റിൽ ദ ഫിലിം ഹാസ് സം പോസിറ്റീവ് ആൻഡ് മെനി പോസിറ്റീവ്സ് ആൻഡ് സം നെഗറ്റീവ്സ്. ആ നെഗറ്റീവ് വരുന്നതാണ് ജഗദീഷിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ കുറച്ചൊക്കെ ഇത്തിരി ഫോഴ്സ്ഡായിട്ട് തോന്നി. പിന്നെ ഫാമിലി സെൻറ്റിമെൻറ്റ്സും ഇത്തിരി ഫോഴ്സ്ഡായിട്ട് തോന്നി. അതായത് അത് പിന്നെയും കാണിക്കുമ്പോൾ നമ്മളത് കണ്ടേ തീരുമോ, നമ്മൾക്കത് ഫീൽ ചെയ്യണം. അപ്പോൾ ഇത്തിരി ഓവർഡു ചെയ്ത പോലെ ആ ഒരു ഫാമിലി സീൻ ഉണ്ടല്ലോ ക്ലൈമാക്സിന് തൊട്ട് മുമ്പത്തെ, അപ്പോൾ ആ സമയത്ത് നായകനെ ആ സീൻ കുറച്ചുകൂടി ബ്രില്യൻ്റ് ആവണമായിരുന്നെങ്കിൽ നായകൻ ഒട്ടും ഏബിൾ അല്ലാത്ത രീതിയിൽ ചെയ്യേണ്ട ആവപ്പെടണമായിരുന്നു. മേ ബി ലിറ്ററലി ചെയ്യേണ്ട. അല്ലാതെ ഞാൻ നോക്കുമ്പോൾ സ്റ്റെയറിൻ്റെ അടിയിൽ ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ ഇങ്ങനെ മാർക്കോയിന് കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാതെ മാർക്കോയും ജോർജ് അവിടെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവാതെ ഫാമിലി മൊത്തം തീർന്ന് മരിച്ചു തുടങ്ങിയ ശേഷം കൂളിംഗ് ഗ്ലാസും വെച്ച് മാസമായിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കല്ലുകടി ശ്രമിച്ചിട്ട് നടക്കാതെ പോയതാണെങ്കിൽ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. പക്ഷേ ആ ഒരു സീൻ വേറെ രീതിയിൽ എൻ്റെ ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവൽ പരിപാടി ആയനെ. ആ ഒരു ക്ലൈമാക്സിലേക്കുള്ള ആൻറ്റിസിപ്പേഷനും പക്കയായനെ. ക്ലൈമാക്സ് ടോട്ടലി ഗൂസ് ബംസ് തന്ന കിഡിലൻ കൊറിയോഗ്രാഫി, ആക്ഷൻ കൊറിയോഗ്രാഫിയും കിഡിലൻ എഡിറ്റിംഗ്, ക്യാമറ പെർഫോമൻസ്. ആ ഒരു തലയൊക്കെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒരു വരവുണ്ട്. ആ ഒരു ഷൂ തീ കൂടെ വരുന്നൊരു സീനുണ്ട്. പക്ക കിഡിലൻ ഗൂസ് ബംസ്. തിയേറ്റർ ഇങ്ങനെ എറപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് രവി ബസ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ഈ കൊല്ലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു ആക്ഷൻ ജോണറിൽ. കില്ലിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി സാറ്റിസ്ഫൈങ് ആയിരുന്നു ഈ ഒരു പടം. ആൻഡ് ഇതിനകത്ത് റസൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഷമി തിലകൻ്റെ മകൻ അഭിമന്യു ഷമി തിലകനാണ്. ഞാൻ ആ വീഡിയോയിലും പറഞ്ഞു കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടർ ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലിൽ പോകേണ്ട ഒരു റോളായിരുന്നു. കമ്പാരിറ്റീവ്ലി പുതിയൊരാളാണ്, അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേപോലെ കബീർ ദുഹാൻ സിംഗ് ആണ് ഫൈനൽ ഒരു മെയിൻ വില്ലൻ എന്നുള്ള രീതിയിൽ വരുന്നത്. അദ്ദേഹത്തിനെ ഇഫ് ഹി വാസ് ഇൻട്രൊഡ്യൂസ് എ ബിറ്റ് ഏർലിയർ വേറൊരു ലെവലിലേക്ക് ആ ഒരു വില്ലൻ്റെ ആ ഒരു ഓറ ബിൽഡായനെ. അപ്പോൾ ക്ലൈമാക്സ് കുറച്ചും കൂടി പവറായനെ. ചെയ്തത് മോശമായി എന്നല്ല, പക്ഷേ ആ ഒരു സീനിൻ്റെ ഒരു ഓർഡറും ആ ഒരു പ്ലേസ്മെൻറ്റും
ഒരു അബ്രപ്റ്റായിട്ട് തോന്നി. എഡിറ്റിങ്ങും ചില സമയങ്ങളിൽ സെൻസറിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പല സീൻസും ഡസൻ മേക്ക് സെൻസ് മച്ച്. ചില സമയത്തൊക്കെ പെട്ടെന്ന് കട്ടായ പോലെയൊക്കെ തോന്നും. ആ ടൈലൻഡിൽ പോലും അത് ടൈലൻഡ് വേണ്ടിയിരുന്നില്ല. ആ ഒരു 5 മിനിറ്റിന് മുമ്പ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും നല്ലൊരു ഫീലിങ്ങോട് കൂടി തന്നെ ഇറങ്ങാൻ സാധിച്ചേനെ. അപ്പോൾ ടൈലൻഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് നെഗറ്റീവ്സും കുറേ ഹൈ മൂമെൻറ്റ്സ് എന്നാൽ ആക്ഷൻ ഇല്ലാത്ത സീനുകളിൽ പടം താഴെ പോകുന്നുണ്ട്. ഹീറോയിനായിട്ട് വന്ന ഒരു വെരി ബാഡ് പെർഫോമൻസ്, ടു ബി ഓണസ്റ്റ് വെരി ബാഡ്. അവർ പുവർ പെർഫോമൻസ് ആയിരുന്നു. ഏതെങ്കിലും ഒരു കമ്പാരിറ്റീവ്ലി മലയാളത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ആക്ട്രസ് ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കാതെ പോയെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്ത് വെച്ചേനെ. പക്ഷേ ഇവർ മലയാളി പോലും അല്ല, അവർ ഷി വാസ് ട്രൈങ് സോ ഹാർഡ്, പക്ഷെ ഒന്നും ഏറ്റില്ല. ഇതിൽ പിള്ളേരെ വെച്ച് ഡയലോഗൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് കൊടുക്കാൻ നോക്കിയത് ഒരു ഇത്തിരി റോക്കി ബായിനെ അനുകരിക്കുന്ന പോലെ KGFൻ്റെ ഒരു സംഭവമൊക്കെ തോന്നി. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് മാർക്കോയ്ക്ക് ഒരു ബിൽഡപ്പിൻ്റെ ആവശ്യമില്ല. അവർ ഹൈപ്പ് തന്നെ ധാരാളമാണ്. ഒന്നും പറയാണ്ട് തന്നെ മാർക്കോ നേരെ വന്ന് ആ പട്ടീനെയും കൊന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ടോട്ടലി ജസ്റ്റിഫൈഡ്. പിള്ളേരെ വെച്ച് ഓരോ ഡയലോഗ്, ആ പിള്ളേർ ഇങ്ങനത്തെ ഡയലോഗൊന്നും ഒരിക്കലും പറയില്ല റിയൽ ലൈഫിൽ, അല്ലെങ്കിൽ പോലും സിനിമാറ്റിക് ആയ പോലും ഒരു ഇത്തിരി ചീസി ആയിപ്പോയി. അപ്പോൾ അതില്ലെങ്കിൽ പോലും സിനിമയ്ക്ക് ഒരു മാറ്റം സംഭവിക്കില്ല. കുറച്ചും കൂടി ബെറ്റർ ആയനെ, കുറച്ചും കൂടി സ്ക്രീൻ ടൈം കുറച്ച് നല്ല പക്കയായിട്ട് എഡിറ്റഡ് ആയനെ. അപ്പോൾ ആ ഒരു പിള്ളേരുടെ ഒരു എലമെൻറ്റ്സ് സ്റ്റാർട്ടിങ്ങിലെ ഡയലോഗൊക്കെ ഒഴിവാക്കാമായിരുന്നു. ആൻഡ് ഇതേപോലെ ചെറിയ ചെറിയ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു നായകൻ ചില സമയത്തൊക്കെ ഒരു ഇത്തിരി വീക്കാണോ പോലെ കാണിച്ചു. ഫുൾ പവർ വേണം എന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകുമ്പോൾ നമുക്കൊരു ഇത്തിരി ഡൈജസ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. കാരണം മാർക്കോ അത്രയും പവർഫുള്ളാണ്. ആൻഡ് മികയിലായിട്ട് ഈ സിനിമയ്ക്ക് ഇങ്ങനെ പുലബന്ധം പോലും ഇല്ല, ജസ്റ്റ് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കീടിലെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് സ്റ്റേറ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ പിന്നെയും വന്ന് ഡയലോഗ് അടിക്കാൻ ഒരുപാട് പേര് വരും. ഇറ്റ്സ് ഓക്കെ. ഇതിൽ കുറേ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് സീൻസ് ഉണ്ട് മുന്നേൻ്റെ. അപ്പോൾ അതെല്ലാം നല്ല പക്കയായിരുന്നു. ഒരുപാട് പേര് അദ്ദേഹത്തിനെ ഇങ്ങനെ ചവിട്ടിത്താഴാൻ നോക്കിയിട്ടുണ്ട്. ജയ് ഗണേശ് ഇറങ്ങിയ സമയത്ത് പോലും പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നിട്ട് ഒരു ഞാൻ ഉണ്ണീനെ കൈവരുത്തേക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയേക്കണേ എന്നുള്ള രീതിയിലൊക്കെ കുറേ അടിപൊളി കമൻറ്റൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഇതല്ല പരിപാടി. ഞാൻ എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ഓണസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അഭിപ്രായങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻസ് മാറിയേക്കാം. ഞാൻ ഓപ്പൺ ടു ചേഞ്ച് ആണ്. ഞാൻ അടുത്ത ദിവസം എനിക്ക് വേറൊരു ഒപ്പീനിയനിലേക്ക് മാറാൻ, നല്ല രീതിയിൽ മാറാൻ പറ്റിയാൽ അത്രയും നല്ലത്. സോ ഇതായിരുന്നു ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒരു ഓവർവ്യൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് തുടർന്നും ചാനലിലെ വീഡിയോസ് കാണാം. ആരും ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഇതേപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം, ഇതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.